ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴവും റവയൊക്കെ ചേർത്തിട്ട് വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഈ പഴമൊക്കെ ഒന്ന് പഴുത്തു പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ല കുക്കീസ് പോലെ നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കണം. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. നമ്മളിപ്പോൾ ഇതിലേക്ക് അധികം ചേരുവകളൊന്നും ചേർക്കുന്നില്ല, പക്ഷേ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് ഏകദേശം 1 മിനിറ്റോളം ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി. നമ്മൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവ് റവയ്ക്ക് 1/2 കപ്പ് അളവിൽ തന്നെ തേങ്ങ മതിയാവും. നമ്മുടെ ഈ തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം നമ്മൾ ഒരുപാട് കൂട്ടി വെക്കാൻ വേണ്ടി നിൽക്കരുത്. കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ കളർ മാറിപ്പോകും, പക്ഷെ നല്ലതുപോലെ അങ്ങനെ വറുത്ത് കിട്ടത്തില്ല. അതിൻ്റെ പേരിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ റവയും എല്ലാം നല്ല രീതിയിലൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവും കൂടി. അപ്പോൾ അതും ചേർക്കാം. മൈദാമാവ് ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മളിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റും കൂടി മാത്രം നമ്മളൊന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ തേങ്ങയും റവയും അതുപോലെ തന്നെ മൈദാമാവും എല്ലാം നല്ല രീതിയിലൊന്ന് ചൂടായി നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ തരിതരിയായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. കട്ടയൊന്നും പിടിക്കാതെ ഇതുപോലെ കിട്ടും. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി വേണ്ടതാണ് ഇതുപോലെ ഒരു 2 നേന്ത്രപ്പഴം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കുട്ടി കുട്ടി പീസാക്കിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം അല്ലാതെ വേറൊരു പഴത്തിൽ തയ്യാറാക്കിയാലും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നേന്ത്രപ്പഴത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് നട്ട്സ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി മാത്രവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വളരെ കുറച്ച് മാത്രം മതിയാവും. കൂടെ തന്നെ ഒരു 2 പിഞ്ച് അളവിൽ ഉപ്പും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്പം മാത്രം ചൂട് പാലും കൂടി, അതായത് നല്ല ചൂടായിട്ടുള്ള പാലാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ വേണം നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിക്ക് നമുക്കിങ്ങനെ റോൾ ചെയ്യാനൊക്കെ പറ്റണം കേട്ടോ. ഇതുപോലെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള അത്രയും പാല് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. പഞ്ചസാര ഒരുപാട് ചേർക്കാൻ വേണ്ടി നിൽക്കേണ്ട, കാരണം നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള പഴത്തിന് നല്ല മധുരം ഉള്ളതാണ്. ഒരുപാട് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, ലൈറ്റായിട്ടുള്ള മധുരം മാത്രം മതിയാവും. ഇതുപോലെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഫസ്റ്റിലേ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട. ഈ ഒരു സമയം മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഫസ്റ്റിലേ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പഞ്ചസാരയൊക്കെ അങ്ങനെ ക്രിസ്റ്റലായിട്ട് തന്നെ ഉണ്ടാവണം.
പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ആ പഞ്ചസാരയുടെ ക്രിസ്റ്റലായിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നാലും ബോളിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി നിൽക്കരുതെങ്കിൽ പിന്നെ അകം വേഗില്ല. അതിൻ്റെ പേരിൽ സാധാരണ നമ്മുടെ ഫ്ലാറ്റായിട്ട് പരിപ്പുവടയൊക്കെ തയ്യാറാക്കി എടുക്കില്ല അതുപോലെ. പക്ഷേ ഇരുന്നാലും പരിപ്പുവടയ്ക്ക് സെൻറ്ററിൽ ഒരല്പം കനം കൊടുക്കാറുണ്ട്. അതുപോലെ കനമൊന്നും ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് ഫ്ലാറ്റായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇത്രയും കനം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് കനം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റിൽ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയേ ചെയ്യരുത്. കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകം നന്നായിട്ട് വെന്ത് കിട്ടില്ല. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് ഇരിക്കേണ്ടത്. അകത്ത് ലൈറ്റായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഉണ്ടായിരുന്നാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. തീരെ എണ്ണ ചൂടില്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ എണ്ണ ഫസ്റ്റ് നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. ഒരേ സൈഡിട്ട് തന്നെ നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കാൻ വേണ്ടി നിൽക്കാൻ പാടില്ല. അതായത് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിടാൻ വേണ്ടി നിൽക്കേണ്ട. ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പകരം നമുക്കിത് ഓവനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 220 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. നല്ല രീതിയിൽ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് സമയം വേണ്ടി ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് എടുക്കാം. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ നിന്ന് നമ്മളിത് എടുക്കുന്ന സമയത്ത് ഒരല്പം സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാകും. തണുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഹാർഡായി കിട്ടിക്കോളും. അപ്പോൾ പഴമൊക്കെ ഒന്ന് കറുത്ത് പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ എടുത്ത് ദൂരെ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല സ്നാക്സ് എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.